അനന്തമായ ശൂന്യത. നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ ജീവന്റെ കണിക പോലുമോ ഇല്ലാത്ത ഒരു മഹാശൂന്യം. ഈ നിശബ്ദതയിൽ നിന്ന് ഒരു ദിവസം ഒരു ശബ്ദം ഉയർന്നു കേട്ടു. ഒരൊറ്റ ധ്വനി എങ്ങനെ ഈ കാണുന്ന പ്രപഞ്ചമായി പരിണമിച്ചു എന്ന് അറിയാമോ? പുരാതന ഋഷിമാർ തങ്ങളുടെ ധ്യാനത്തിൽ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ തേടി സഞ്ചരിക്കുകയായിരുന്നു. ആഴത്തിലുള്ള നിശബ്ദതയിൽ അവർ ഒരു പ്രത്യേക ധ്വനി അനുഭവിച്ചു. ഇതൊരു സാധാരണ ശബ്ദമായിരുന്നില്ല, അത് എല്ലാ ശബ്ദങ്ങളുടെയും ഉറവിടമായിരുന്നു, പ്രപഞ്ചത്തിന്റെ ഹൃദയമിടിപ്പായിരുന്നു. ഓം എന്ന ധ്വനിയിൽ നിന്നാണ് ആദ്യത്തെ ചലനം ഉണ്ടായത്. ഈ ചലനം ഊർജ്ജമായി മാറി, ആ ഊർജ്ജം പ്രകാശമായി പ്രകടമായി. പിന്നീട് ഈ പ്രകാശം ഘനീഭവിച്ച ആകാശവും വായുവും അഗ്നിയും ജലവും ഭൂമിയുമായി രൂപപ്പെട്ടു. ഓം ഒരു വിത്ത് പോലെ ഈ വലിയ പ്രപഞ്ചത്തെ അതിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ചിരുന്നു. ഓം എന്ന മന്ത്രം കേവലം ഒരു ശബ്ദമല്ല, ഇത് 3 അക്ഷരങ്ങളുടെ സംയോജനമാണ്. അ എന്നാൽ സൃഷ്ടി, ഉ എന്നാൽ സ്ഥിതി, മ എന്നാൽ സംഹാരം. ഈ 3 പ്രപഞ്ചത്തിന്റെ ചാക്രിക സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഈ പ്രപഞ്ചം ഒരു വലിയ സംഗീതം പോലെയാണ്. ഓരോ ഗ്രഹവും ഓരോ നക്ഷത്രവും അതിൻ്റേതായ താളത്തിൽ ചലിക്കുന്നു. ഈ താളത്തിന്റെ അടിസ്ഥാനം ഓം ആണ്. നമ്മുടെ ശ്വാസം പോലും ഓം എന്ന ധ്വനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സോ എന്ന ശബ്ദവും പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാകുന്ന ഹം എന്ന ശബ്ദവും ചേർന്ന് സോഹം എന്ന മന്ത്രം ഉണ്ടാക്കുന്നു. ഇത് ഞാൻ അവനാണ് എന്ന് അർത്ഥമാക്കുന്നു, അതായത് നമ്മുടെ ആത്മാവ് പ്രപഞ്ചത്തിന്റെ ആത്മാവുമായി ഒന്നാണ്. ഓം ഏകത്വത്തിന്റെ പ്രതീകമാണ്. ഓം ഒരു മന്ത്രം മാത്രമല്ല, അതൊരു ധ്യാനമാർഗം കൂടിയാണ്. ഓം മന്ത്രം ജപിക്കുന്നത് മനസ്സിനെയും ശരീരത്തെയും ഏകാഗ്രമാക്കാൻ സഹായിക്കും. ഈ മന്ത്രത്തിന്റെ പ്രകമ്പനങ്ങൾ നമ്മുടെ ഊർജ്ജകേന്ദ്രങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഊർജ്ജത്തിന്റെ തരംഗരൂപങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം. ഓം എന്ന മന്ത്രം ഈ അടിസ്ഥാന പ്രകമ്പനത്തിന്റെ ഒരു പ്രതീകമാണ്. തുടക്കമില്ലാത്തതും അവസാനമില്ലാത്തതുമായ പരബ്രഹ്മത്തിന്റെ ശബ്ദരൂപം. ഈ പ്രപഞ്ചം ഓം എന്ന അനന്തമായ ധ്വനിയിൽ നിന്ന് ഉദ്ഭവിച്ചു, ഒടുവിൽ അതിലേക്ക് തന്നെ ലയിച്ചു ചേരും. നാം ഓരോരുത്തരും ആ അനന്തമായ ഊർജ്ജത്തിന്റെ ഒരു ഭാഗമാണ്. ഓം എന്ന മന്ത്രം ജപിക്കുന്നതിലൂടെ നാം ആ അനന്തതയുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കുന്നു. ഓം എന്നത് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിന്റെ സാരാംശമാണ്, ഞാൻ ബ്രഹ്മം ആകുന്നു. ഈ മന്ത്രം നമ്മെ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. നാം ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടവരല്ല, മറിച്ച് അതിന്റെ അവിഭാജ്യ ഘടകമാണ്.